أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أولئك الذين أنعم الله عليهم من النبيين من ذرية آدم وممن حملنا مع نوح ومن ذرية إبراهيم وإسماعيل وممن هدينا واجتبينا إذا تتلى عليهم آيات الرحمن خروا سجدا وبكيا. സദഖല്ലാഹുൽ അസീം. സൂറത്ത് മറിയം 58. ഉലായിക്ക അവർ അല്ലെങ്കിൽ അക്കൂട്ടർ, അല്ലദീന അൻഅമല്ലാഹു അലൈഹിം നാം അനുഗ്രഹിച്ചവരാകുന്നു, അല്ലാഹു അനുഗ്രഹം ചൊരിഞ്ഞവരാകുന്നു. അല്ലദീന ഒരു കൂട്ടരാണ്, അൻഅമല്ലാഹു അല്ലാഹു അനുഗ്രഹം ചെയ്തിരിക്കുന്നു, അലൈഹിം അവർക്കുമേൽ. മിനൻ നബിയ്യീന നബിമാരായിട്ടുള്ള, മിൻ ദുരിയത്തി ആദം ആദമിൻ്റെ സന്തതികളിൽ നിന്ന്, വമിമ്മൻ ഹമൽന നാം വഹിച്ചവരിൽപ്പെട്ടവരും, മഅ നൂഹിൻ നൂഹിൻ്റെ കൂടെ, വമിൻ ദുരിയത്തി ഇബ്രാഹീമ ഇബ്രാഹീമിൻ്റെ സന്തതി പരമ്പരകളിൽപ്പെട്ടവരും, വ ഇസ്രായീല ഇസ്രായീലിൻ്റെയും അഥവാ യാക്കൂബ് അലൈഹിസ്സലാമിൻ്റെയും, വമിമ്മൻ ഹദൈന നാം സന്മാർഗം നൽകിയിട്ടുള്ളവരും, വജിത്തബൈന നാം പ്രത്യേകം തെരഞ്ഞെടുത്തിട്ടുള്ളവരുമായ, ഇദാ തുത്ല അലൈഹിം അവരുടെ മേൽ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ, ആയാത്തുർ റഹ്മാനി അർ-റഹ്മാനിൻ്റെ ആയത്തുകൾ, ഖറു അവർ വീണു അല്ലെങ്കിൽ വീഴും, സുജ്ജദ സുജൂദ് ചെയ്യുന്നവരായി, വബുക്കിയ കരയുന്നവരുമായിട്ട്. ഇതുവരെ പറഞ്ഞ നബിമാരുടെയൊക്കെ ലിസ്റ്റ് അത് ചേർത്ത് ഒന്നിച്ചാണ് ഉലായിക്ക എന്ന് പറഞ്ഞത്. ആദ്യം സക്കരിയ അലൈഹിസ്സലാം, പിന്നെ യഹ്യ, അതുപോലെ പിന്നെ ഈസ, ഇബ്രാഹിം, മൂസ, പിന്നെ ഇസ്മായിൽ, ഇദ്രീസ്, ഇത്രയും ആളുകളെ പറഞ്ഞിട്ട് അവരൊക്കെ അല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന അല്ലാഹു നിഅമത്ത് ചെയ്ത നബിമാരായിട്ട് നിഅമത്ത് ചെയ്തിട്ടുള്ള ആളുകളാകുന്നു അവർ. അഥവാ ഇവരൊക്കെയും അല്ലാഹു അനുഗ്രഹിച്ച നബിമാരാണ്. അവർ മാത്രമാണ് എന്നർത്ഥമില്ല. അവർക്ക് മാത്രമേ നബിമാരിൽ നിന്ന് അവരുടെ മേൽ മാത്രമേ നിഅമത്ത് ചെയ്തിട്ടുള്ളൂ എന്നും അർത്ഥമില്ല. ഇവരൊക്കെ അല്ലാഹു അനുഗ്രഹിച്ച നബിമാരാണ്. മിൻ ദുരിയത്തി ആദം ആദം സന്തതികളിൽ നിന്ന്, അഥവാ മനുഷ്യരിൽ നിന്ന് എന്നർത്ഥം. വമിമ്മൻ ഹമൽനാ മഅ നൂഹിൻ ആദം അലൈഹിസ്സലാമിന് ശേഷം പിന്നെ മനുഷ്യകുലത്തിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട അടിത്തറ നൂഹ് അലൈഹിസ്സലാമാണ്. കാരണം സൂറത്തു ഇസ്രായിൽ ദുരിയത്ത മൻ ഹമൽനാ മഅ നൂഹിൻ മനുഷ്യരെ മുഴുവനും ദുരിയത്ത് നൂഹിനോടൊപ്പം നാം കപ്പലിൽ വഹിച്ചവരുടെ പിന്മുറക്കാരെ എന്ന് വിളിക്കുന്നുണ്ടല്ലോ. അഥവാ ആദം അലൈഹിസ്സലാമിൻ്റെ സന്തതികളാണ് മനുഷ്യരെല്ലാവരും. പിന്നീട് നൂഹ് അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ആ കപ്പലിൽ കയറിയവരൊഴികെ ബാക്കിയുള്ളവരെല്ലാം നശിപ്പിക്കപ്പെട്ടു. അങ്ങനെ കപ്പലിൽ നൂഹ് അലൈഹിസ്സലാമിനോടൊപ്പം കയറിയ വിശ്വാസി സമൂഹം, അതിൻ്റെ പിന്മുറക്കാരാണ് ആധുനിക മനുഷ്യർ വരെയുള്ള മുഴുവൻ സമൂഹങ്ങളും. ആ കപ്പലിലുണ്ടായിരുന്നവരുടെ വംശപരമ്പരയാണ്.
അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയുന്നുണ്ട്, അതുകൊണ്ടാണ് ലോകത്തെല്ലായിടത്തും ഒരു പ്രളയകഥയുണ്ട്. കാരണം ആ പ്രളയത്തിൽ ബാക്കിയായവരുടെ പിന്മുറക്കാരാണ്. അല്ലാതെ ലോകം മുഴുവൻ പ്രളയമുണ്ടായത് കൊണ്ടല്ല. കാരണം ലോകത്തൊന്നും പിന്നെ വേറെ മനുഷ്യന്മാരില്ലല്ലോ. വമിൻ ദുരിയത്തി ഇബ്രാഹിമ, അതുപോലെ ഈ നബി പിന്നെ ആ നബിമാരിൽ ചിലർ ഇബ്രാഹീമിൻ്റെ ദുരിയത്തിൽപ്പെട്ടവരുമാണ്. അഥവാ ആദമിൻ്റെയും നൂഹിൻ്റെയും ഇബ്രാഹീമിൻ്റെയും. ഇവിടെ ലിസ്റ്റിൽ പറഞ്ഞ ഇബ്രാഹിം അലൈഹിസ്സലാം ഒഴികെയുള്ള ബാക്കി എല്ലാവരും ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ ശേഷം ജീവിച്ച ആളുകളാണ്. അതിൽ ഇദ്രീസ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് മാത്രമേ ഇബ്രാഹിം അലൈഹിസ്സലാമിന് മുമ്പാണോ എന്ന ഒരു ധാരണ അല്ലെങ്കിൽ ഒരു നിഗമനം ഉള്ളൂ. ബാക്കി എല്ലാവരും അറബികൾ ആദരിക്കുന്ന ഇബ്രാഹിം അലൈഹിസ്സലാമും അദ്ദേഹത്തിൻ്റെ സന്തതികളുമാണ്. ഇബ്രാഹിം അലൈഹിസ്സലാമിനെ കുറിച്ചാണ് സാമാന്യം വിശദമായി ഇതിൽ പറഞ്ഞിട്ടുമുള്ളത്. അതിൻ്റെ മുമ്പ് പറഞ്ഞ സക്കരിയായും യഹ്യായും അതുപോലെ ഈസ അവരൊക്കെ ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ സന്തതി പരമ്പരയിൽ പെട്ടവരുമാണ്. വമിമ്മൻ ഹദൈന വജിത്തബൈന, അതുപോലെ ഇസ്രായേലിൻ്റെ യാക്കൂബ് അലൈഹിസ്സലാമിൻ്റെ, ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ മകൻ്റെ മകൻ ആണ് യാക്കൂബ് അലൈഹിസ്സലാം. ആ യാക്കൂബ് അലൈഹിസ്സലാമിൻ്റെ സന്തതി പരമ്പരയിൽ നിന്നുള്ളവരുമാണ്. അതിലാകെ ഇസ്മായിൽ അലൈഹിസ്സലാം മാത്രമാണ് പിന്നെ പറഞ്ഞവരുടെ കൂട്ടത്തിൽ അതിൽപ്പെടാത്തത്. എന്തിനാണ് ഇവരൊക്കെ പറയുന്നത്? അവരൊക്കെ നിങ്ങൾ അംഗീകരിക്കുന്ന, അഥവാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എതിരാളികൾ മഹാന്മാരായി അംഗീകരിക്കുന്ന നബിമാരായ മനുഷ്യരാണ്. സൂറത്തുൽ ഇസ്രായിൽ അബഅസല്ലാഹു ബശറർ റസൂല, ഒരു മനുഷ്യനെയാണോ അള്ളാഹു റസൂലായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന അവരുടെ ചോദ്യം പറയുന്നുണ്ടല്ലോ. അങ്ങനെ ഈ സൂറത്തൊക്കെ ഇറങ്ങുമ്പോൾ മക്കാ മുശ്രിക്കുകളിൽ ഉണ്ടായിരുന്ന ഒരു ചോദ്യമാണ്, അല്ലാഹു തആല ഒരു മനുഷ്യനെയാണോ നബിയായിട്ട് അയക്കുന്നത്? അങ്ങനെയൊക്കെയുള്ളതിന് ചരിത്രപരമായൊരു മറുപടിയാണ് നിങ്ങൾ ബഹുമാനിച്ച് ആദരിക്കുന്ന മുഴുവൻ ആളുകളും. അവരെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ റസൂലൻ നബിയ എന്ന് പറഞ്ഞു, സിദ്ദീഖൻ നബിയ എന്ന് പറഞ്ഞു. അങ്ങനെ അവരൊക്കെ നബിമാരായിരുന്നു, നബിമാരിൽ പെട്ടവരായിരുന്നു. അവരെയൊക്കെ മഹാന്മാരായിട്ട് അംഗീകരിക്കുമ്പോൾ അതുപോലുള്ള ഒരു നബിയായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരസ്കരിക്കുന്നത് ബുദ്ധിശൂന്യമാണ് എന്ന് വ്യക്തമാക്കുവാൻ വേണ്ടിയാണ് ഈ ലിസ്റ്റ് ഇവിടെ ഒന്നിച്ച് സൂചിപ്പിക്കുന്നത്. അവരൊക്കെ അള്ളാഹു ഹിദായത്തിലാക്കിയവരുമാണ്. വമിമ്മൻ ഹദൈന, അള്ളാഹുവിൻ്റെ സന്മാർഗം സ്വീകരിച്ചവരാണ്. അല്ലാതെ അവരാരും വിഗ്രഹാരാധകരോ അല്ലെങ്കിൽ നബി അള്ളാഹുവിന് പുത്രനെ സങ്കല്പിച്ചവരോ അല്ലെങ്കിൽ മറിയമിനെ ദൈവമാതാവ് എന്ന് വിളിച്ചവരോ ഒന്നുമല്ല അവരാരും. അതാണ് വമിമ്മൻ ഹദൈന എന്നത്. വജിത്തബൈന, ഹിദായത്തിലാണ് എന്ന് മാത്രമല്ല, ആ ഹിദായത്തിലായവരിൽ നിന്ന് അല്ലാഹു തആല അവരുടെ ക്വാളിറ്റി അടിസ്ഥാനമാക്കി പ്രത്യേകം തെരഞ്ഞെടുത്തവരുമാണ്. അഥവാ അള്ളാഹു തെരഞ്ഞെടുത്തിട്ട് അവർ നബിമാരായവരാണ്. അല്ലാതെ അവർ സ്വയം തീരുമാനിച്ച് ഞാനങ്ങ് നബിയാകുകയാണ് എന്ന് തീരുമാനിച്ചവരല്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് കിട്ടിയതുപോലെ തന്നെയാണ് അവർക്കും, അല്ലെങ്കിൽ അവരെപ്പോലെ തന്നെയാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും. അള്ളാഹുവിൻ്റെ ആയത്തുകളോടുള്ള അവരുടെ നിലപാട്, ഇദാ തുത്ല അലൈഹിം ആയാത്തുർ റഹ്മാനി ഖറൂ സുജ്ജദൻ വബുക്കിയ, അള്ളാഹുവിൻ്റെ അർ-റഹ്മാൻ്റെ കാരുണ്യവാനായവൻ്റെ ആയത്ത് കേട്ടാൽ അവരുടെ നിലപാട് കരഞ്ഞുകൊണ്ട് സുജൂദിൽ വീഴുക എന്നതായിരുന്നു. വൈദാ തുലിയത്ത് അലൈഹിം ആയാത്തുഹു സാദത്തുഹും ഈമാന, അതുപോലെ തറ അയ്യുനഹും, അവർക്ക് ഈമാൻ വർദ്ധിക്കും ആയത്ത് കേട്ടാൽ. അതുപോലെ തറ അയ്യുനഹും തഫീലു മിനദ് ദംഇ, അവർ കണ്ണീരൊഴുക്കുന്നത് കാണാം. തഖ്ശഇറു മിൻഹു ജുലൂദുഹും വഖുലൂബുഹും ലിദിക്രില്ല, അള്ളാഹുവിനെ സ്മരിക്കാൻ പറ്റുന്ന വിധം അവരുടെ തൊലിയും കൽബും സോഫ്റ്റാകും.
ഇങ്ങനെയൊക്കെ ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇങ്ങനെ അള്ളാഹുവിൻ്റെ ആയത്തുകൾ എന്ന് കേട്ടാൽ പിന്നെ രണ്ടാമതൊന്നും ആലോചിക്കാൻ ഉണ്ടായിരുന്നില്ലാത്തവരാണ് അവർ. അതിനോട് താഴ്മയും വിനയവും പ്രകടിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നവരായിരുന്നു എന്നാണ് പറഞ്ഞത്. എന്തിനാണ് പറയുന്നത്? നിങ്ങൾ മക്കാ മുശ്രിക്കുകൾ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എതിരാളികൾ, അല്ലെങ്കിൽ പിൽക്കാലത്തുള്ള നിഷേധികളും ആയത്ത് കേട്ടാൽ അസാത്തീറുൽ അവ്വലീൻ ഇങ്ങനെയൊക്കെ പരിഹസിക്കുകയാണ്. എന്നാൽ നിങ്ങൾ ബഹുമാനിച്ച ആദരിച്ച് കൊണ്ടാടുന്ന ഈ മഹാന്മാരെല്ലാവരും അള്ളാഹുവിൻ്റെ ആയത്ത് കേട്ടാൽ അവർ അതിനോട് താഴ്മയും വിനയവും പ്രകടിപ്പിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് സുജൂദിൽ വീഴുന്നവരാണ്. എന്തിനാണ് കരയുന്നത്? ഇഷ്ടം കൊണ്ടും ഭക്തി കൊണ്ടും ഉള്ള കരച്ചിലാണ് ഉദ്ദേശ്യം. എന്നാൽ എതിരാളികളായ നിങ്ങൾ നേരെ മറിച്ച് അള്ളാഹുവിൻ്റെ ആയത്ത് കേട്ടാൽ അതിനെ പരിഹസിക്കുകയാണ് എന്ന് സൂചന. ഇവിടെ ആയാത്തുല്ലാഹി എന്ന് പറയുന്നതിന് പകരം ആയാത്തുർ റഹ്മാനി എന്ന് പറഞ്ഞിരിക്കുന്നു. മക്കാ മുശ്രിക്കുകൾ അംഗീകരിക്കാത്ത അള്ളാഹുവിൻ്റെ ഒരു നാമമായിരുന്നു അർ റഹ്മാൻ എന്നത്. പലതവണ നമ്മളത് സൂചിപ്പിച്ചിട്ടുണ്ട്. ഹുദൈബിയ സന്ധി നടക്കുന്ന സമയത്ത് ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് എഴുതിയതിന് അവർ പ്രതികരിച്ചത്, മുഹമ്മദെ ബിസ്മില്ല എന്ന് പറഞ്ഞത് മനസ്സിലാകും, ആരാണ് ഈ അർ റഹ്മാൻ? ഞങ്ങൾക്ക് യമാമയിലെ റഹ്മാനെ മാത്രമേ അറിയുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ അവരംഗീകരിക്കുകയില്ലായിരുന്നു. കാരണം എല്ലാ ബഹുദൈവാരാധകരും വെച്ചു പുലർത്തുന്ന മൂഢധാരണ തന്നെയാണ്, ഞങ്ങളുടെ ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കുന്നവൻ, വേറെ ആരെയും അനുഗ്രഹിക്കുകയില്ല, വേറെ ആരോടും കാരുണ്യം കാണിക്കുകയില്ല. അതുകൊണ്ട് മറ്റ് ജാതിക്കാരും ദേശക്കാരും വംശങ്ങളും ഒന്നും ഞങ്ങളുടെ ദൈവത്തെ ആരാധിക്കേണ്ടതില്ല. ഇങ്ങനെയാണല്ലോ പലപ്പോഴും നമ്മൾ കാണാറുള്ളത്. അവർ പ്രതിഷേധിക്കുകയാണ് ചെയ്യുക, ഞങ്ങളുടെ ദൈവത്തെ നിങ്ങൾ ആരാധിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. എന്നാൽ അള്ളാഹു അങ്ങനെയല്ല. അള്ളാഹു അർ റഹ്മാനാണെന്ന് പറഞ്ഞാൽ അവനെ അംഗീകരിക്കുന്നവരോടും അല്ലാത്തവരോടും കാരുണ്യം കാണിക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് അർ റഹ്മാൻ എന്ന അവൻ്റെ നാമം പ്രയോഗിക്കപ്പെടുന്നത്. അത് മക്കാ മുശ്രിക്കുകൾ അംഗീകരിക്കുന്നതായിരുന്നില്ല. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ അള്ളാഹു എന്നത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഏകത്വം വഹ്ദഹു ലാ ശരീക ലഹു എന്നത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പറഞ്ഞു പതിപ്പിക്കുന്ന കാര്യം അള്ളാഹു അർ റഹ്മാനാണ് എന്നതാണ്. അതുകൊണ്ട് അത് ഇടയ്ക്കിടെ പറഞ്ഞുകൊണ്ടിരിക്കും. അള്ളാഹു എന്ന് പറയേണ്ടിടത്തൊക്കെ അർ റഹ്മാൻ, ഖുലിദുല്ലാഹ അവിദുർ റഹ്മാൻ, നിങ്ങൾ അള്ളാഹു എന്ന് വിളിച്ചോളൂ അല്ലെങ്കിൽ അർ റഹ്മാൻ എന്ന് വിളിച്ചോളൂ. അയ്യമ്മ തദ്ഊന ഫലഹുൽ അസ്മാ ഉൽ ഹുസ്ന, നിങ്ങൾ ഏത് വിളിച്ചാലും നല്ല നാമങ്ങൾ അവനുള്ളതാണ് എന്ന് പറഞ്ഞതുപോലെ അർ റഹ്മാൻ എന്നത് ഇങ്ങനെ പറഞ്ഞു പതിപ്പിക്കും പലതവണയായിട്ട്. കാരണം തൗഹീദ് പോലെ തന്നെ അംഗീകരിപ്പിക്കേണ്ട ഒരു സംഗതിയാണ് അർ റഹ്മാൻ എന്നത്. അതുകൊണ്ടാണ് ഇത്തരം സ്ഥലങ്ങളിലൊക്കെ ആയാത്തുല്ലാഹി എന്ന് പറയുന്നതിന് പകരം ആയാത്തുർ റഹ്മാൻ എന്ന് പറഞ്ഞത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കലാം ശരിയായി മനസ്സിലാക്കുവാനും പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്തുവാനും സമൂഹത്തിൽ പടർത്തുവാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖ്ഖത്തൻ വനദ്റ. അല്ലാഹുമ്മ ജഅലിൽ ഖുർആന റബീഅ ഖുലൂബിനാ വനൂറ സുദൂരിനാ വജലാഅ ഹുസ്നിനാ وذهاب همنا وغمنا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين.